അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഉരുണ്ട് കളിച്ച് UDF. ബഹിഷ്കരണവുമില്ല, സഹകരണവുമില്ല. അയ്യപ്പ സംഗമത്തിൽ നിലപാട് വ്യക്തമാക്കാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. ആചാരലംഘനത്തിൽ അഭിപ്രായം മാറ്റിയോ എന്ന് അറിയണം. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ നിലപാട് പറയുമെന്നും VD സതീശൻ പറഞ്ഞു. വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ നൽകും. അരുൺ, ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നേരത്തെ നമ്മൾ ശശികല ടീച്ചറുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് തന്നെയാണ് ടീച്ചറും ചൂണ്ടിക്കാണിച്ചത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈ നനയാതെ മീൻ പിടിക്കുന്ന മറ്റൊരു വിഷയമാണ് ശബരിമല എന്നത്. 2018 ഭക്തർക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ്സുകാരെ ആരെയും ആ പ്രതിഷേധ കാലഘട്ടങ്ങളിൽ കണ്ടിട്ടില്ല. നാമജപ ഘോഷയാത്രയിലോ നിലയ്ക്കലിൽ പോലീസ് നടത്തിയ വേട്ടയാടലിലോ ഒന്നും കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഈ നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിലും ഇങ്ങനെ ഉരുണ്ട് കളിച്ച് എന്തെങ്കിലുമൊക്കെ നേട്ടം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഗവേഷണത്തിലാണെന്ന് തോന്നുന്നു VD സതീശനും കൂട്ടരും. സമ്മേളനത്തെ നമുക്ക് പറയാൻ കഴിയുക. കാരണം നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള അവരുടെ പോരാട്ടം നമ്മൾ 2018 കണ്ടതാണ്. ഭക്തർക്കൊപ്പം എന്നുള്ള ഒരു നിലപാട് അവരെടുത്തു. അത് എടുക്കാനുണ്ടായ കാരണം എന്നത് നിലവിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധത്തെ ആദ്യമൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പാർട്ടിയുടെ ചട്ടക്കൂടുകൾ വിട്ട് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒന്നാകെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അന്നും ഈ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം അവർ അവിടെ പയറ്റിയത്. ആ പയറ്റിയതിന്റെ ഭാഗമായാണ് ഭക്തർക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ കേവലം സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലോ പ്രായോഗിക തലത്തിലേക്കുള്ള ഒരു ഇടപെടലോ അന്നും ഉണ്ടായില്ല. അതിന് സമാനമായ ഒരു നിലപാടാണ് ഇപ്പോഴും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഈ വിവാദം തുടങ്ങുന്നത് സമ്മേളനം പ്രഖ്യാപിച്ചതിന് ശേഷം 2 ആഴ്ചയിലധികം പിന്നിടുന്നു. പക്ഷെ ഇപ്പോൾ പോലും അവർക്ക് ഒരു നിലപാട് ഈ വിഷയത്തിൽ പറയാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഭക്തജന രോഷം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഭക്തജന വികാരം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലനിൽപ്പിനായുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയും അവർക്ക് ഇപ്പോഴും സ്വീകരിക്കാനായി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉരുണ്ട് കളിച്ചുള്ള ഒരു വാർത്താ സമ്മേളനം അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും. ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകൾ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് ആർജവമുള്ള കൃത്യതയാർന്ന ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. ഈ വാർത്താ സമ്മേളനത്തിലുടനീളം അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ശബരിമല വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് കോൺഗ്രസ്. അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത നിലപാടാണ് പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. വിവരങ്ങൾ പങ്കുവച്ചത് അരുൺ കൊടുങ്ങൂർ.